ഹായ്, എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് ഇപ്പോൾ വർക്ക്മെൻ കാറ്റഗറിയിൽ സ്ഥിര ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് പരിശോധിക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ വർക്ക്മെൻ കാറ്റഗറിയിൽ പെർമനന്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത്. ഫയർമാൻ, സെമി സ്കിൽഡ് റിഗർ, കുക്ക് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓരോ പോസ്റ്റിലേക്കും വേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഫയർമാൻ എന്ന പോസ്റ്റിലേക്ക് 10ാം ക്ലാസ് വിജയവും സ്റ്റേറ്റ് ഫയർ ഫോഴ്സിലോ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് മേഖലയിലോ ഫയർ ഫൈറ്റിങ്ങിലുള്ള ട്രെയിനിങ്ങുമാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ആർമഡ് ഫോഴ്സസിൽ നിന്നുള്ള ഫയർ ഫൈറ്റിംഗ് കോഴ്സ്, അല്ലെങ്കിൽ ട്രെയിനിങ് ഇൻ ഫയർ വാച്ച്, പട്രോൾ ഫ്രം സ്റ്റേറ്റ് ഫയർ ഫൈറ്റിംഗ് ഫോഴ്സ് തുടങ്ങിയവയും യോഗ്യതയായിട്ട് പരിഗണിക്കുന്നുണ്ട്. സെന്റ് ജോൺസ് ആംബുലൻസ് അസോസിയേഷനിലോ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലോ നിന്നുള്ള ഒരു വാലിഡ് ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് കൂടെ ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. മലയാളം അറിയുന്നവർക്കാണ് മുൻഗണനയുള്ളത്. സ്റ്റേറ്റ് ഫയർ ഫോഴ്സിലോ ആംഡ് ഫോഴ്സിലോ ഫയർ ഫൈറ്റിംഗ് ട്രെയിനിങ് ലഭിച്ചവർക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടെ ഹാജരാക്കേണ്ടതുണ്ട്. ഫയർ വാച്ച് ട്രെയിനിങ്ങും പട്രോൾ ഫ്രം സ്റ്റേറ്റ് ഫയർ ഫൈറ്റിംഗ് ഫോഴ്സും യോഗ്യതയായിട്ടുള്ളവർക്ക് 5 വർഷത്തെ ഫയർ വാച്ച്മാൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. സെമി സ്കിൽഡ് റിഗർ എന്ന പോസ്റ്റിലേക്ക് 7ാം ക്ലാസ് വിജയമാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. റിഗിംഗ് മേഖലയിലുള്ള മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ഈ പോസ്റ്റിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. വയർ റോപ്സിനെ കുറിച്ചുള്ള അറിവ് ഡിസൈറബിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഗസ്റ്റ് ഹൗസിലേക്കാണ് കുക്ക് എന്ന പോസ്റ്റ് വരുന്നത്. ഇതിലേക്ക് 7ാം ക്ലാസ് വിജയമാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം തുടങ്ങിയ ലാംഗ്വേജുകളിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഈ പോസ്റ്റിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. കുക്കായിട്ടുള്ള മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ഈ പോസ്റ്റിലേക്ക് ആവശ്യമാണ്. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ചൈനീസും എല്ലാം തന്നെ പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്ന ആളായിരിക്കണം. ഏതെങ്കിലും ഗവൺമെൻറ് അല്ലെങ്കിൽ PSU ഗസ്റ്റ് ഹൗസിലോ മെസ്സോർ ആർമഡ് ഫോഴ്സസ്, 3 സ്റ്റാർ ഹോട്ടൽ, ഫാക്ടറി ക്യാൻറ്റീൻ, സ്റ്റേറ്റ് പോലീസ്, ലൈസൻസ്ഡ് ഫുഡ് കാറ്ററിംഗ് സർവീസ് എന്നിവയിലുള്ള എക്സ്പീരിയൻസ് ആണ് ഹാജരാക്കേണ്ടത്. ഈ പോസ്റ്റുകളിലേക്കെല്ലാം തന്നെ 28 മെയ് 2025 മുതൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന ലാസ്റ്റ് ഡേറ്റ് 20 ജൂൺ 2025 ആയിരിക്കും. ഓരോ പോസ്റ്റിലേക്കും കാറ്റഗറി വൈസുള്ള ഒഴിവുകളും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫയർമാൻ എന്ന പോസ്റ്റിലേക്ക് UR 7, OBC 5, SC 2, EWS 1 എന്നിങ്ങനെ മൊത്തം 15 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. സെമി സ്കിൽഡ് റിഗർ എന്ന പോസ്റ്റിലേക്ക് UR 8, OBC 1 എന്നിങ്ങനെ 9 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. കുക്ക് എന്ന പോസ്റ്റിലേക്ക് UR കാറ്റഗറിയിൽ 1 ഒഴിവ് മാത്രമാണ് ഉള്ളത്. സാലറി പരിശോധിക്കാം. എല്ലാ പോസ്റ്റിലേക്കും 21,300 രൂപ മുതൽ 69,840 രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത്. ബേസിക് സാലറിക്ക് പുറമെ DA, HRA, കൺവെയൻസ് അലവൻസ്, വർക്കിംഗ് ഡ്രസ് മെയിൻ്റനൻസ് അലവൻസ് എന്നിവയെല്ലാം കൂട്ടി തുടക്കത്തിൽ തന്നെ 38,407 രൂപയാണ് സാലറി ആയിട്ട് നമുക്ക് ലഭിക്കുക. സാലറിക്ക് പുറമെ NPS, PF, ഗ്രാറ്റുവിറ്റി, ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജ്, മെഡിക്കൽ അസിസ്റ്റൻസ് സ്കീം, പോസ്റ്റ് റിട്ടയർമെന്റ് മെഡിക്കൽ അസിസ്റ്റൻസ് സ്കീം, ഏൺഡ് ലീവ് എൻകാഷ്മെന്റ് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സെൻട്രൽ ഗവൺമെൻറ് ആനുകൂല്യങ്ങളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പോസ്റ്റിലേക്ക് 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. 20 ജൂൺ 2025 വെച്ചാണ് ഏജ് കണക്കാക്കുന്നത്. അതായത് അപ്ലിക്കൻ്റ് 1985 ജൂൺ 21 ശേഷം ജനിച്ചവരായിരിക്കണം. SC STക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. സെലക്ഷൻ മെത്തേഡ് പരിശോധിക്കാം. 2 ഫേസുകളായിട്ടാണ് സെലക്ഷൻ മെത്തേഡുകൾ നടക്കുന്നത്. ഫേസ് 1-ൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. 30 മാർക്കിൻ്റെ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫേസ് 2 ആയിട്ട് പ്രാക്ടിക്കൽ ടെസ്റ്റ് ആണ് വരുന്നത്. 70 മാർക്കിനാണ് പ്രാക്ടിക്കൽ ടെസ്റ്റ് വരുന്നത്. ടോട്ടൽ 100 മാർക്കിലാണ് സെലക്ഷൻ വരുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റിൻ്റെ സിലബസ് എല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. സെലക്ഷൻ പ്രോസസ്സ് എല്ലാം തന്നെ കേരളത്തിൽ വെച്ചായിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റിൻ്റെ മാർക്കിനനുസരിച്ചാണ് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഈ ഷോർട്ട് ലിസ്റ്റിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ശേഷമായിരിക്കും പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷമാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. 400 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. SC ST കാറ്റഗറിയിൽ വരുന്നവർക്ക് ആപ്ലിക്കേഷൻ ഫീ യാതൊന്നും തന്നെ വരുന്നില്ല. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്.
ജൂൺ 20 വരെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള സമയം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത്. മിനിമം 7ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ജോലി ലഭിക്കുന്നതിന് മികച്ചൊരവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സ്ഥിര ജോലി ലഭിക്കുന്നതിന് ഈ പോസ്റ്റിലേക്ക് ജൂൺ 20 മുൻപായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. യോഗ്യതയുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ വായിച്ചറിഞ്ഞതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.